ഒരു ഡ്രോൺ എടുത്തതിൻ്റെ പുല്ലാപ്പ് എൻ്റെ അടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു 10. ഞാൻ പെട്ടുപോയി. സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ അന്യായം. കസ്റ്റംസ് കാര്യങ്ങളൊക്കെയും കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പോയാലും ഒരു മലയാളി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം മലയാളിയല്ല, വെൽക്കം ടു നിഫി വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോ ഉണ്ട് നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക്. 11 മണി വരെയുള്ളൂ. രാവിലെ 4:30 തുടങ്ങി കഴിഞ്ഞാൽ 11 മണിയാകുമ്പോൾ ക്ലോസ് ആവും രാത്രി. ഞാനിപ്പോൾ ഒരു ഉബർ ബുക്ക് ചെയ്തു. നമ്മുടെ ഉബർ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്തത്. ഓക്കെ, കാണാം, എൻജോയ് ചെയ്യും. നമ്മുടെ ഉബർ ചേട്ടനാണ്. ഒരു ഹായ് തന്നെ. അങ്ങനെ നമ്മൾ ചെന്നൈ എത്തി ഇന്റർനാഷണൽ എയർപോർട്ടിൽ. എൻ്റെ പൊന്നി എന്ത് തിരക്കാൻ നോക്ക്. കിട്ടില്ല എയർപോർട്ട്, ഒന്നും പറയാനില്ല. ഞാൻ നമ്മുടെ ചെന്നൈ എയർപോർട്ടിൽ വന്നപ്പോൾ ഇവിടെ ഒരു മലയാളീനെ കണ്ടു. അപ്പോൾ ആ മലയാളി എൻ്റെ അടുത്ത് ചോദിച്ചു ഈ മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമെന്ന്. അപ്പോൾ 2 types ഓഫ് സർവീസ് ഉണ്ട്. ഒന്ന് ചെക്ക് ഇൻ സർവീസ് ആണ് ഉള്ളത്, പിന്നെ ഒന്ന് SHA സർവീസ് എന്ന് പറയും. അത് നമ്മൾ ബോർഡിംഗ് ഗേറ്റ് വരെയുള്ള സർവീസ്, ഫ്ലൈറ്റ് ഗേറ്റ് വരെയുള്ള സർവീസ്. ഒരു സ്റ്റാഫ് കൂടെ വന്നിട്ട് സെക്യൂരിറ്റി പാസ് ഉള്ള സ്റ്റാഫ് കൂടെ വന്ന് നമ്മളെ ഇന്ത്യയിൽ നിന്ന് ചെക്ക് ഇൻ, ഇമിഗ്രേഷൻ മുടിച്ച്, സെക്യൂരിറ്റി ചെക്കിംഗ് മുടിച്ച്, കസ്റ്റംസ് മുടിച്ച് ബോർഡിംഗ് ഗേറ്റ് വരെ അസിസ്റ്റ് പണും. ഇത് ഹാൻഡ് ലഗേജും എല്ലാം നമ്മൾ സ്റ്റാഫ് ഹാൻഡിൽ ചെയ്തിട്ടാണ് എല്ലാം ഉള്ളത്. അപ്പോൾ ഇതിന് എത്ര ചെലവ് പറഞ്ഞത്? ചെക്ക് ഇൻ സർവീസിന് 500 rupees ആണ്, പിന്നെ SHA സർവീസിന് 1500 ആണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മൊത്തം ഇവർ ചെയ്യും. ബോഡി ചെക്കിങ്ങിന് മാത്രം നിന്ന് കൊടുത്താൽ ഈ പ്രഗ്നന്റ് സ്ത്രീകൾക്കും വയസ്സായവർക്കും ആദ്യമായിട്ടൊക്കെ പോകുന്നവർക്ക് ഈ സർവീസ് ബെസ്റ്റാണ്. പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, മലയാളി ആയതുകൊണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തെന്നുള്ളൂ. ഞാൻ എൻ്റെ ലഗേജ് ഞാൻ ഒറ്റയ്ക്കാണ് കൊണ്ടുവന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ മണി എക്സ്ചേഞ്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ മണി എക്സ്ചേഞ്ച് ചോദിച്ചപ്പോൾ മിനിമം $300 എക്സ്ചേഞ്ച് ചെയ്യുന്നത്. എനിക്കെന്താ പ്രാന്തം, $100 നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ $300 ഇല്ല. എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ടിക്കറ്റ്സ് ഫോണിലുണ്ട്. അപ്പോൾ നമ്മൾ കയറി ഉള്ളിൽ ചെന്നൈ എയർപോർട്ട് എത്തി. ഇൻ്റർനാഷണൽ എൻ്റെ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ ഹാപ്പി. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് പോകുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചെന്നൈ തന്നെയാണ്. ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് ടിക്കറ്റ് അല്ലെങ്കിൽ 7000-6000 ഒക്കെ ഉള്ളൂ. മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ 5000-നൊക്കെയും കിട്ടും. നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാവും. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ചെന്നൈയിൽ നിന്ന് പോകുന്നതാണ്. നമ്മൾ നാട്ടിൽ നിന്ന് AC ട്രെയിൻ കയറി വന്നാലും നമുക്ക് അത്ര എക്സ്പെൻസ് ഒന്നും ആവില്ല. AC ട്രെയിനിന് 1000-ൻ്റെ അടുത്തുള്ളൂ. അതിൽ കയറി വരാം, ഇവിടുന്ന് ഫ്ലൈറ്റ് എടുക്കാൻ പോവാം. ഇതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഇവിടെ ഇങ്ങനെ കാണിക്കും നമ്മുടെ വണ്ടി എവിടെയാണ്. അപ്പോൾ അതിലൂടെ എയർ ഇന്ത്യ. അപ്പോൾ A1 A2 A3 A4 കിട്ടും. അപ്പോൾ A അവിടെ കാണുന്നുണ്ടോ, നോക്കിയാൽ മതി. അവിടെ 1 2 3 4ലേക്ക് പോയി നിന്നാൽ മതി. ആ TV-യിൽ ഇങ്ങനെ കണ്ടില്ലേ, അവിടെ നമ്മുടെ ടൈമും കൂടി എഴുതിയിട്ടുണ്ടായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ വരുമ്പോൾ, അതായത് A ബ്ലോക്കിൽ 1 2 3-ൽ വരും. അത് 2 മണിക്ക് തുറക്കാം. അപ്പോൾ നമുക്കിപ്പോൾ 1:05 ആയിട്ടുള്ളൂ. ഇനിയുണ്ട് ഒരു 55 മിനിറ്റ്. 12 o'clock ആകുമ്പോൾ അവിടെ ചെക്ക് ഇൻ ചെയ്യുക, പരിപാടി തീർക്കുക. അത്രേ ഉള്ളൂ. ഞാൻ മൈന്യൂട്ടായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. കുറേ പേര് ഫ്ലൈറ്റിലേക്കും പോയിട്ടുണ്ടാവും. ഫ്ലൈറ്റിൽ കയറാത്തവർക്കും വേണ്ടിയുള്ള ഇൻഫോർമേഷനാണ്. താല്പര്യമില്ലാത്തവർക്ക് ഇതൊക്കെ സ്കിപ്പൊക്കെ അടിച്ച് പോവാം. ഇവരെ എല്ലാവർക്കും ഒന്ന് ഓർത്ത് വെച്ചാൽ എൻ്റെ യാത്രയിലുള്ളതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോയിട്ടില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കേട്ടോ. ഇവനിപ്പോഴും സ്റ്റിൽ സിംഗിളാണ്. നമ്മുടെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് എയർ ഇന്ത്യ എക്കണോമി. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. നമ്മളിവിടെ ആദ്യം നിൽക്കണാറുണ്ട്, നമ്മളാണ് ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഞാൻ ബാഗിൽ ഡ്രോണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പുറത്തെടുത്ത് വയ്ക്കാൻ പറഞ്ഞു. കസ്റ്റംസ് ഒന്ന് ക്ലിയർ ചെയ്താലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഡ്രോൺ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കസ്റ്റംസ് കാര്യങ്ങളൊക്കെയും കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് കൊണ്ടുപോകണതിന് പ്രശ്നമില്ല. ഇത് അവിടെ നിന്ന് തിരിച്ചുവരുമ്പോൾ അവിടുത്തെ കസ്റ്റംസ് പിടിച്ച് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യണം ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ വൗച്ചേഴ്സൊക്കെ പ്രൂവ് ചെയ്യാം. എങ്ങനെ പറ്റാണ്? പിന്നെ ഇതെനിക്ക് തിരിച്ചു കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അതൊക്കെയും പോസിബിളായിട്ടുള്ള കാര്യമില്ല. ഞാനിത് എൻ്റെ റൈറ്റ് പർപ്പസിന് വേണ്ടി കൊണ്ടുപോകണേ. എല്ലാം പരിപാടികൾ കഴിഞ്ഞ് നമ്മൾ കയറ്റി വിടുന്നുണ്ട്. അതായത് ഈ പുള്ളി മലയാളിയാണ് കേട്ടോ. ആ പുള്ളി മലയാളിയാണ്, കോഴിക്കോടുകാരനാണ്. ആളെൻ്റെ അടുത്തൊന്ന് സംസാരിച്ചായിരുന്നു. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ് കാര്യങ്ങളെല്ലാം കിട്ടി. എൻ്റെ പൊന്നെ, ഞാൻ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അവിടെ പിടിച്ചു നിർത്തി. എന്നിട്ട് ഡ്രോൺ ഉണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഡ്രോൺ കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് കിട്ടാതെ നമുക്ക് അലോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, കസ്റ്റംസിനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ആ പയ്യൻ തിരിച്ചു വന്നു. എന്നിട്ട് കസ്റ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കസ്റ്റംസ് പറഞ്ഞത് ഇവിടുന്ന് ഡ്രോൺ കൊണ്ടുപോയിക്കോ, ഇഷ്യൂസ് ഇല്ല. അവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം ഇത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചാണോ അല്ലയോ നിങ്ങൾ പ്രൂവ് ചെയ്യണം.
അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ വൗച്ചേഴ്സൊന്നുമില്ല. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു നിങ്ങൾ വ്ളോഗറാണ്, ആ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ ഇനി ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് ആ പയ്യൻ പറഞ്ഞത്. ബോർഡിംഗ് പാസ് ചെക്ക് ചെയ്തു, ഇനി ബോർഡിംഗ് ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ് ആദ്യം നോക്കണം. ഞാൻ ഫസ്റ്റ് എത്തിയതാണ്, എന്നിട്ടിപ്പോൾ ഞാൻ ലാസ്റ്റ് നിൽക്കേണ്ട അവസ്ഥയിലാണ് വന്നത്. എമിഗ്രേഷൻ്റെ ഇവിടുത്തെ സീലടിച്ചു, ഇനി ബോഡി ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ ബെൽറ്റ് ഇടാത്തത് അതുകൊണ്ടാണ്, ബെൽറ്റൊക്കെ ഊരി വയ്ക്കേണ്ടത്, ഇനി ഷൂ വരണം, പണിയുണ്ട്. എയർ ഇന്ത്യയുടെ ആളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ഗേറ്റ് നമ്പർ 10 നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഗേറ്റ് നമ്പർ 10 പോവാം. ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ട്, ലിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കുക. അപ്പോൾ ഒരു ഡ്രോൺ എടുത്തതിൻ്റെ പുല്ലാപ്പ്, എൻ്റെ ദൈവമേ, നമ്മൾ ഗുഡ് സെൻസിലും ഡ്രോൺ ഉപയോഗിച്ചാലും ഇഷ്യൂസാണ്. നല്ല വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഡ്രോൺ യൂസ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു 10. ഞാൻ പെട്ടുപോയെന്ന് പറഞ്ഞാൽ അതല്ല, എൻ്റെ ഡ്രോണിൻ്റെ ബാറ്ററി എടുക്കാനുണ്ടായിരുന്നു. എൻ്റെ ഒരു പവർ ബാങ്ക് അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അടിയിലേക്ക് പോവുക, എടുക്കുക, സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ അന്യായം. കൊച്ചിയിൽ ദുബായ് പോകുമ്പോൾ ഇമാതിരി പരിപാടിയൊന്നും ഞാൻ കണ്ടില്ല. അവിടെ ഒടുക്കത്തെ ചെക്കിങ്ങും പെർഫ്യൂംസ് ഉണ്ട്. ഈ പെർഫ്യൂംസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ടെസ്റ്റ് അടിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ടെസ്റ്റ് അടിക്കാൻ നമുക്ക് സീനില്ല. ആ പെർഫ്യൂം എന്തുമാണെന്നറിയോ, കെൽവിൻ്റെ. അങ്ങനെ എല്ലാം കിട്ടും. മാറാപ്പുകൾ കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. തുറക്കും, അവിടെ നിന്ന് എൻ്റെ പവർ ബാങ്കും ബാറ്ററീസ് എല്ലാം കിട്ടും. കാരണമൊക്കെ മുമ്പ് പറയണം, ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ സാധനം പോയി, കിട്ടത്തില്ല. എന്നെ അടിയിലേക്ക് അവിടെ കസ്റ്റംസിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവിടെ ഇട്ടൊക്കെ സാധനങ്ങളൊക്കെ അവിടെ കിടക്കണേ. എന്തോരം വെളിച്ചെണ്ണ കുപ്പികളാ, വെളിച്ചെണ്ണ എത്രയോ 3 ലിറ്ററിനൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല, 10 ലിറ്ററിന് കൊണ്ടുപോകണതിനെ പിടിക്കും. പിന്നെ ഗ്യാസിൽ ഇങ്ങനെ കത്തിക്കണ ഗ്യാസ് സ്റ്റൗവിൻ്റെ സാധനമില്ലേ, അതൊക്കെ എടുത്ത് അരിയിൽ പൂത്തി വെച്ചേക്കിടും. അതൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ എടുത്തിട്ട് കുറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെയും. എൻ്റെ പോലെ കോമഡി ആയിരുന്നു കേട്ടോ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബോഡി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ബോർഡിങ്ങിലാണ് പോവാറ്. നമ്മുടെ ബോർഡിംഗ് പാസിൽ ഇവിടെ ഗേറ്റ് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ നോക്കിയാൽ മതി, ഗേറ്റ് നമ്പർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ 116 അത് ഇവിടെ തപ്പി പിടിച്ചെത്താം. ഞാൻ ഇവിടെ തിരക്കാമെന്ന് വിചാരിച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് നല്ല ഉറക്കം വന്നു. ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ നമ്മുടെ പവർ ബാങ്കും നമ്മുടെ ബാറ്ററീസ് എല്ലാം കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷനാണ്, കാരണം ബാറ്ററി ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മുടെ ടിക്കറ്റ് എടുത്ത് താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമ്മളങ്ങനെ കയറാണ്. ഈ ബസ്സിൽ കയറി നമ്മുടെ ഫ്ലൈറ്റിലേക്ക് പോകും, എയർ ഇന്ത്യയിൽ. അവിടെ നമ്മുടെ എയർ അറേബ്യ പോകുന്നുണ്ട്, കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ പോണത്. നമ്മൾ പോകാനുള്ള വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ലഗേജസ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. എനിക്ക് പാഴ്സലുണ്ട് കേട്ടോ, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ പാഴ്സൽസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വലത് കാല് വെച്ച് അങ്ങനെ ഇറങ്ങാണ്. നമസ്തേ. ഓക്കെ, നമസ്തേ. ഞാൻ എയർ ഇന്ത്യയിൽ പണ്ട് ഞാൻ കയറിയിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത്. ഇവിടെ പുകമയൊക്കെ ഉണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ്. എനിക്കറിയില്ല, ഞാൻ അറിയായിരുന്നു, മറന്നുപോയി സത്യം പറയുകയാണെങ്കിൽ. ഈ പുള്ളീനെ ഞാൻ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. പുള്ളി ശ്രീലങ്കക്കാരനാണ്. പുള്ളി ശ്രീലങ്കയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവിടുത്തെ ആൾക്കാർക്ക് ബിസിനസ് വിസ കിട്ടിക്കഴിഞ്ഞാൽ എത്ര മാസം ഇവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ കുറേ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ശ്രീലങ്കയ്ക്ക് പോകാൻ എളുപ്പമാണ്, പക്ഷെ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ കുറേ സ്ട്രേഞ്ചേഴ്സിനെ ഞാൻ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക. അവനെനിക്ക് കുറേ സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്തു തന്നു. അപ്പോൾ അവൻ്റെ യുവർ പാസ്പോർട്ട് മലയാളി കുറച്ച് അറിയാം. അവന് മലയാളം അറിയാം. അവൻ ശ്രീലങ്കക്കാരനാണ്. ഇതാണ് അവൻ്റെ പാസ്പോർട്ടിൻ്റെ കവറും കാര്യങ്ങളും. ശ്രീലങ്ക. ഇവന് വിസ അടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ വിസ ഇന്ത്യയുടെ ഈ വിസ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവന് 20 years, ഇവന് 20 വയസ്സായിട്ടുള്ളൂ. ഇവനിപ്പോൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്നേക്കണേ. സമ്മതിക്കണം, ഞാൻ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടുപോയി എൻ്റെ കിളി പോയി. ഇത്ര പ്രായത്തിൽ ബിസിനസ് ചെയ്യണം. പിന്നെ ശ്രീലങ്കയിൽ ഞാനിപ്പോൾ കുറേ പേര് പരിചയപ്പെട്ടതിൽ ഇവർ ഓൾമോസ്റ്റ് ആൾക്കാർ ചെയ്യുന്നത് ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഇവൻ്റെ പേര് കേട്ടില്ല, എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായി. ഈ സേയറിന് ഹിക്മത്തിയാർ അവൻ്റെ പേരാണ്. കേൾക്കാത്തൊരു പേര്. എൻ്റെ പേര് അധികം കേട്ടില്ല, നിഫിൻ എന്നുള്ളത്. ഇവൻ്റെ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഫ്ലൈറ്റ് എടുക്കാണ്, കൃത്യം ടൈമിംഗ് ആണ്. ഇരുട്ടൊക്കെ പോയി വെളിച്ചം വന്നു തുടങ്ങിയിട്ട്. എനിക്ക് വിൻഡോ സീറ്റല്ല, ഞാൻ പാവ അറ്റത്തെ സീറ്റാണ്. അപ്പോൾ വിൻഡോ സീറ്റ് കിട്ടാണ് ഞാൻ നോക്കാം. എല്ലായിടത്തും പോയാലും ഒരു മലയാളി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം മലയാളിയല്ല, ഈ പുള്ളിക്കാരി മലയാളി.
സ്മൈല് സൂപ്പറാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി എൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് ഭയങ്കര സന്തോഷമുണ്ടാവും. പിന്നെ എല്ലാവരും വിചാരം എയർ ഹോസ്റ്റസ് അവർക്ക് ഭയങ്കര ചാടിയാണെന്ന്, പക്ഷെ ഒരിക്കലല്ല. പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരിക്കലല്ല. കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അഞ്ജലി എന്ന് പറഞ്ഞിട്ട്, ഭയങ്കര സിമ്പിളാണ് ഇവർ, ഭയങ്കര സിമ്പിളാണ്. ഈ കോസ്റ്റ്യൂമൊക്കെ കണ്ടിട്ട് നമുക്ക് ചാടിയൊന്നും വിചാരിക്കണ്ട, അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര സന്തോഷം. അടുത്ത നമ്മുടെ 2 സുഹൃത്തുക്കളുണ്ട്. പേര് Nikhil. പ്ലീസ് ഫ്രം Rajasthan. Anjali. Common name in Kerala, Anjali. You are from? I'm from Manipur. Manipur. Oh, that's nice. ഞാൻ കഴിച്ച് ഓൾമോസ്റ്റ് തീർന്നു. ഇവിടെ നോൺ വെജ് ഉണ്ടായിരുന്ന എഗ് ഐറ്റംസ്, ഞാൻ വെജാണ് കഴിച്ചത്. യോഗട്ട് അടിപൊളിയാണ്. ലാൻഡിങ് ടൈമൊക്കെ ആയി, ഇനി ലാൻഡ് ചെയ്യാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ശ്രീലങ്ക കാണാൻ. പറയാലോ, ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആട്ടോ. എയർ ഇന്ത്യ മുത്താണ്. ഇവിടുത്തെ ക്യാബിൻ ക്രൂസ് എല്ലാം വേറെ തന്നെ പൊളി. ഭയങ്കര ഹാപ്പി. ഞാൻ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാബിൻ ക്രൂസിനെ കണ്ടിട്ടില്ല. ഭയങ്കര എന്ത് സിമ്പിളാന്ന് പറയും. ഇങ്ങനത്തെ ക്യാബിൻ ക്രൂസിനെയാണ് വേണ്ടത് ഒരു കമ്പനിക്ക്. ആ കമ്പനി അങ്ങനെയാണ് വളരുള്ളൂ. അങ്ങനെ നമ്മൾ ശ്രീലങ്കയ്ക്ക് കാലുകുത്തിരിക്കുകയാണ്. ശ്രീലങ്ക എയർപോർട്ട്, അവിടെ ശ്രീലങ്ക എയർവൈസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമ്മുടെ ലഗേജ് എടുക്കണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. നമ്മുടെ ഓൺ അറൈവൽ വിസ കാര്യങ്ങളെല്ലാം എടുക്കണം. അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കണം. പുതിയ എയർപോർട്ട്, പുതിയ കൺട്രി, പുതിയ ആൾക്കാർ. ഇവിടെ കയറിയപ്പോൾ തന്നെ ഫോറിനേഴ്സ് എന്താ പറയുക, ഇവിടെ ഫോറിനേഴ്സിൽ നിന്ന് ചീട്ട് കളിക്കുന്നു. അടിപൊളി. ശ്രീലങ്കൻ വിസ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.